പവിത്രത്തിൻ്റെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വേദയെ കണ്ടതും വിക്രം ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നീ എന്തിനാടി ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് നിന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നീ ഇറങ്ങിപ്പോ എൻ്റെ റൂമിൽ നിന്നും. അതെന്താ വിക്രം, ഞാൻ ഇവിടെ തന്നെയല്ലേ കിടക്കാറ്? ഇപ്പോൾ ഇറങ്ങിപ്പോവാൻ പറയുന്നത് എന്തുകൊണ്ടാ? ഞാൻ പോവത്തില്ല. വേദ, നിന്നോട് ഞാൻ ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ ദേഷ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് നിന്നെ. നീ എന്തോ മയക്കുമരുന്നോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇത് കേൾക്കുന്ന വിക്രമിനെ കൂടുതൽ ദേഷ്യം വരിക കേട്ടോ. മയക്കുമരുന്ന് എന്ന് കേട്ടതും ദേഷ്യത്തോടെ വിക്രം വേദയുടെ കഴുത്തിന് പിടിച്ചങ്ങ് ചുമരിനോട് അടുപ്പിച്ചങ്ങ് പൊക്കി പിടിക്കും. വളരെ വേദന എടുത്ത് ഇങ്ങനെ വേദ കൈയെടുക്ക് വിക്രം, കൈയെടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വിക്രമിന് ദേഷ്യം കാരണം പരിസരം ഒന്ന് മറന്ന് തന്നെ വേദയുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയാണ്. വേദ വേഗം തന്നെ വിക്രമിനെ അങ്ങ് തള്ളി മാറ്റുകയാണ്. എന്താ നീ ഈ കാണിക്കുന്നത് വിക്രം? എനിക്ക് വേദന എടുക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്നോട് കാഷ്വലായിട്ടല്ലേ ചോദിച്ചത്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, എന്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയാണോടി ഒരു കാഷ്വലായിട്ടുള്ള ചോദ്യം? ഞാൻ ഈ ചോദ്യം പണ്ട് മുതലേ എത്ര വർഷം മുതലേ കേട്ടു തുടങ്ങുന്നതാണ്. എന്നെ ഈ ഒരു പേരും പറഞ്ഞിട്ടാണ് എല്ലാവരും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ കണ്ടില്ലേ നീ? എൻ്റെ അച്ഛനെ ഇപ്പോഴും അതാണ് വിശ്വസിക്കുന്നത്. അച്ഛൻ പറയുന്നത് കേട്ടിട്ടായിരിക്കും നീ ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല വിക്രം, അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടല്ല ഞാനിത് നിന്നോട് ചോദിച്ചത്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചോന്നേ ഉള്ളൂ. സോറി വിക്രം, സോറി എന്ന് മനസ്സറിഞ്ഞ് തന്നെ വേദ സോറി പറയുകയാണ്. വിക്രം പറയുന്നുണ്ട്, അതെ, ഏതെങ്കിലും കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുമോടി? ഞാൻ അങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യോ? പറയടി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി എങ്കിൽ പറ വിക്രം, നിൻ്റെ പാസ്റ്റിനെ പറ്റി നീ തന്നെ പറ. നിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം. എന്താ നിനക്ക് സംഭവിച്ചത്? നിൻ്റെ ദുഃഖങ്ങളൊക്കെ എന്നോട് പറ. എന്തായാലും നീ സന്തോഷങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. ദുഃഖങ്ങൾ പങ്കുവെച്ചാൽ നിൻ്റെ ഭാരം കുറച്ച് കുറയും എന്ന് പറയുന്നുണ്ട് വേദ. പക്ഷേ വിക്രം സമ്മതിക്കുന്നില്ല. വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യേണ്ടതില്ല. ദയവ് ചെയ്ത് നീ എൻ്റെ റൂമിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോവോ? എനിക്ക് കുറച്ച് നേരം വെറുതെ തനിച്ചിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ വേദ, ഓക്കെ, ഞാനിപ്പോൾ ഈ റൂമിൽ നിന്നും പോയിക്കോളാം. പക്ഷേ ഞാനിപ്പോൾ പുറത്തു പോയി അവിടെ ഹാളിൽ കിടക്കും. പക്ഷെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോവില്ല എന്നും പറഞ്ഞിട്ട് വേദ വേഗം താഴേക്ക് ചെല്ലുകയാണ്. വിക്രം അങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. വേദ വേഗം ചെന്ന് ശ്രീജച്ചിയോട് പറയുന്നുണ്ട്, ശ്രീജച്ചി, ജോലികളെല്ലാം കഴിഞ്ഞോ? എനിക്ക് ചേച്ചി അന്ന് പറഞ്ഞ വിക്രമിൻ്റെ കഥകളുണ്ടല്ലോ, ബാക്കി കഥയും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക. ചേച്ചി പറ എന്ന് പറയുമ്പോൾ ശ്രീജച്ചി പറയുന്നുണ്ട്, വേദേ, ജോലി ചെയ്യലും കഥ പറച്ചിലും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. നമുക്ക് വേഗം ഈ ജോലികളെല്ലാം കഴിച്ച് ഞാൻ കഥ പറഞ്ഞു തരാം നിനക്കെന്ന് പറയാണ്. അങ്ങനെ ശ്രീജ ജോലികളെല്ലാം വേഗം തന്നെ തീർത്തു വെച്ച് വേദയെ കൂട്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തി കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാ? വിക്രമിനെ സിഗരറ്റ് മണക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ വഴക്ക് പറഞ്ഞെടുത്ത്. അങ്ങനെ വിക്രം വീണ്ടും കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛനിപ്പോഴും ദേഷ്യത്തിലാണോ? അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെന്താടാ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്കറിയില്ല അച്ഛൻ്റെ സ്വഭാവം. അച്ഛൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അതും നിന്നെ അത്രയ്ക്ക് അച്ഛൻ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അച്ഛനക്ക് ദേഷ്യം വരാതെയും സങ്കടം വരാതെയൊക്കെ ഇരിക്കുമോ? അച്ഛൻ അപ്പോൾ ഇരിക്കുന്നത് അങ്ങനെ. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, അതെ, അമ്മയും വിശ്വസിക്കുന്നുണ്ടോ? അത് തന്നെയാണ് എനിക്കും ഡൗട്ട്. പിന്നെ എങ്ങനെയാണ് നിൻ്റെ അടുത്തുനിന്ന് ഈ സിഗരറ്റ് മണം വരുന്നത്? നിൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് നീയും അങ്ങനെ ആയോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മേ പ്ലീസ് അമ്മേ, അമ്മ ഇങ്ങനെ വിശ്വസിക്കരുത്. ഞാൻ കഥകളെല്ലാം പറഞ്ഞു തരാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കോളേജിലുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയാണ്. കോളേജിലൊരു വിജയ് പറഞ്ഞ ഒരുത്തനുണ്ട് അമ്മേ. കോളേജിലെ കുട്ടികളെല്ലാം കേടുവരുത്തി വെച്ചിരിക്കുകയാണ്. അവർക്കെല്ലാം കഞ്ചാവ് സപ്ലൈ ചെയ്ത് എല്ലാവരെയും സ്വഭാവം വളരെ മോശമാക്കി വെച്ചിരിക്കുക അമ്മേ. അവനുണ്ടല്ലോ എന്നെ ഉപദ്രവിച്ചു. അവൻ സിഗരറ്റ് വലിച്ച് കഞ്ചാവ് വലിച്ച് എൻ്റെ മുഖത്തേക്ക് ഊതി അമ്മേ. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെയും ആ സ്മെല്ലെടുത്തത്. അവനോട് വഴക്കിട്ട് നിൽക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അമ്മേ എന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതിനെന്താണ് മോനെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇതേപോലെ എന്നോട് പറഞ്ഞ ഇതേ സംഭവം തന്നെ നീ അച്ഛനോട് പോയി പറ, അപ്പോൾ അച്ഛന് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, പറ്റില്ല അമ്മേ, അച്ഛനോട് ഈ വിവരം പറയാൻ പറ്റത്തില്ല. അവന് വലിയ റൗഡിയാ.
എന്തെങ്കിലും ഈ പ്രശ്നത്തെപ്പറ്റി പറഞ്ഞാൽ അച്ഛൻ പറയും കംപ്ലൈൻറ്റ് ചെയ്യാൻ. കോളേജിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പ്രിൻസിപ്പൽ അത് മൈൻഡ് ചെയ്യത്തേയില്ല. അവർക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് കേസാവും, കൂട്ടമാവും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ സെമസ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കോളേജിൽ നിന്നും പോരണമെന്നുണ്ട് അമ്മേ. എനിക്ക് IAS പഠിക്കണമെന്നുണ്ട്. പക്ഷേ കേസും കാര്യങ്ങളൊക്കെ ആയാൽ അതിനൊന്നും പറ്റത്തില്ല. അവൻ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, ശരി എങ്കിൽ അങ്ങനെ പറയണ്ട, നീ അച്ഛനോട് ഇപ്പോൾ വിവരം പറയണ്ട എന്ന് പറയുന്നുണ്ട്. വിക്രം അമ്മനെയും കൂടി ചട്ടം കെട്ടുന്നുണ്ട്. തൽക്കാലം അച്ഛനോട് ഇത് പറയാതെ അമ്മ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛനെ ഒന്ന് മയത്തിലാക്കി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കമലാമ്മ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാഷ് പേപ്പേഴ്സ് എല്ലാം കോളേജിൽ പേപ്പേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കമലാമ്മ പറയുന്നുണ്ട്, അതെ മാഷേ, നാളെ കോളേജില്ലല്ലോ, പിന്നെ എന്തിനാ ഇന്ന് ഈ ഡ്യൂട്ടിയെല്ലാം ചെയ്യുന്നത്, നാളത്തേക്ക് ആയിക്കൂടെ എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അന്നാന്ന് എടുക്കേണ്ട ജോലികൾ അന്ന് തന്നെ തീർത്തിരിക്കണം, അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. നീ എന്താ കമലേ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ നിനക്ക് സമയമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കമലാമ്മ പറയുന്നുണ്ട്, മാഷേ അങ്ങനെ വിക്രമനോട് ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്ടായിരുന്നു. നമുക്കറിയില്ലേ നമ്മുടെ മോനെ, അവൻ ഒരു തെറ്റും ചെയ്യത്തില്ല, അച്ഛനനുസരിച്ച് ജീവിക്കുന്ന മോന, ചെറുപ്പം മുതലേ അങ്ങനെയല്ലേ, മാഷിനെ അറിയാവുന്നതല്ലേ, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അതെ ഞാൻ 35 വർഷമായി ഈ സർവീസിലിരിക്കുന്നു, ഇവൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട. ഒരു സിഗരറ്റ് വലിക്കാത്തവൻ്റെ അടുത്ത് നിന്നും ആ മണം എങ്ങനെ വന്നു, നീ എന്നോട് ഒന്നും പറയണ്ട, അവനെ ന്യായീകരിച്ചും പറയണ്ട, എനിക്ക് എല്ലാം അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലാമ്മ വീണ്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും മാഷ് പറയാണ്, കമലയെ നീ ഒന്നും പറയണ്ട, അവൻ്റെ അടുത്ത് തെറ്റില്ലെന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം, ഇപ്പോൾ തന്നെ അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ അത് ശരിയാവും. അല്ല, കുറച്ചുകൂടി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നമ്മുടെ മകനെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ട്രോങ് ആവുന്നത്. അവൻ എന്ന് ഇത് അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ എൻ്റെ നിലപാടിൽ മാറ്റമുണ്ടാവൂ. അതുവരെ ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും, എൻ്റെ പെരുമാറ്റവും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് കമലാമ്മനോട് പറയുന്നുണ്ട്. പിന്നീട് വിക്രം ഡ്രസ്സെല്ലാം മാറ്റി കോളേജിലേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട്. ഇന്ന് അവൻ്റെ എക്സാമാണ്. അങ്ങനെ എക്സാമിന് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ കാശൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രീജയാണെങ്കിൽ ഒരു പേനയാണ് പ്രസൻ്റായി കൊടുക്കുന്നത്. എല്ലാവരും ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം ബാഗ് എടുത്തുകൊണ്ട് മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എക്സാമിന് പോവാണ്, പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ മാഷ് അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവൻ്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ അച്ഛനെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇങ്ങനെ കോളേജിലേക്ക് പോവുകയാണ്. അങ്ങനെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വിജയും ഫ്രണ്ട്സും, അതായത് ഗുണ്ടകൾ, അവർ കഞ്ചാവ് വിൽക്കുന്ന ആ ടീം ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതാണ് വിക്രം കാണുന്നത്. കുറച്ച് നേരം ആ പെൺകുട്ടിയെ അവർ വെറുതെ വിടുമെന്നൊക്കെ വിചാരിച്ച് വിക്രം അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പക്ഷേ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവർ. വിക്രം അങ്ങനെ അവിടെ ചെന്ന് തടയുന്നുണ്ട്. അങ്ങനെ അവർ വിക്രമിനുമായിട്ട് ഒരു അടിപിടി ഉണ്ടാവുകയാണ്. വിക്രം പ്ലീസ് ആ കുട്ടിയെ ഒന്നും ചെയ്യരുത്, ആ കുട്ടി പാവമാണ്, നിങ്ങൾ വെറുതെ വിടണം, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് വിക്രം കാല് പിടിക്കുന്നുണ്ട് അവൻ്റെ. പക്ഷേ അവൻ വെറുതെ വിടുന്നില്ല, വിക്രമിനെ നന്നായി അടിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ അടിച്ചടിച്ച് ഒരു പരുവമാക്കി അവർ തിരിഞ്ഞു പോകുന്ന സമയത്ത് വിക്രം വളരെ പെൺകുട്ടിയെ വീണ്ടും അവർ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വിക്രം അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവനെ ഒരു ചവിട്ടങ്ങ് ചവിട്ടുകയാണ്.